യേശു ആ അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തിയിട്ട് മുറിച്ച് പുരുഷാരത്തിന് വിളമ്പുവാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ആഹാരം എല്ലാവർക്കും അനിവാര്യമാണ്. വിശന്നിരുന്ന ജനത്തിന് ആവശ്യപ്പെടാതെ തന്നെ അപ്പം വർദ്ധിപ്പിച്ചു നൽകി തൃപ്തി വരുത്തുന്നു. മനുഷ്യന്റെ ആവശ്യങ്ങളോട് മനസ്സലിവ് കാണിക്കുന്ന ക്രിസ്തുവിനെയാണ് സുവിശേഷങ്ങളിൽ ഉടനീളം നാം ദർശിക്കുന്നത്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ വിശന്നു വലഞ്ഞപ്പോൾ ദൈവം അവർക്ക് മന്ന നൽകി. അവർക്ക് കിട്ടിയ അപ്പം സ്വർഗീയ അപ്പമായി അവർ കണ്ടു. ഇവിടെയും വിശന്നിരിക്കുന്നവർക്കായി യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും. മരുഭൂമിയിൽ പിതാക്കന്മാർ ഭക്ഷിച്ച മന്ന നശ്വരവും ദൈവം യേശുവിലൂടെ നൽകുന്ന അപ്പം അനശ്വരവുമാണെന്ന് യേശു തമ്പുരാൻ ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ലോകത്തിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ നുറുക്കപ്പെടുവാൻ മനസ്സുള്ള അപ്പമായി നാം രൂപാന്തരപ്പെടണം. ദുരന്തത്തിലും ദുരിതത്തിലും പ്രയാസങ്ങളിലും കഴിയുന്നവർക്കായി നാം അപ്പമായി മാറണം. നാം പങ്കെടുക്കുന്നതും അനുഭവിക്കുന്നതുമായ വിശുദ്ധ കുർബാന നമ്മെ നുറുക്കപ്പെടുവാൻ മനസ്സുള്ളവരായി രൂപാന്തരപ്പെടുത്തണം. അപ്പം എങ്ങനെ ശരീരത്തിന്റെ ഭാഗമായി തീരുന്നുവോ, അതുപോലെ ജീവന്റെ അപ്പമായ ക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരുന്നു. ഈ പരിശുദ്ധ നോമ്പിന്റെ അനുഭവത്തിലൂടെ ജീവന്റെ അപ്പമായ ക്രിസ്തുവിനെ സ്വീകരിച്ച് അനേകർക്കായി അപ്പമായി നമുക്ക് നുറുക്കപ്പെടാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, വിശന്ന് വലഞ്ഞിരുന്ന ജനസമൂഹത്തിനായി ജീവന്റെ അപ്പത്തെ നുറുക്കി നൽകിയതുപോലെ ബലഹീനരായ ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി അപ്പമായി നുറുക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമീൻ.